തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ F-35 യുദ്ധവിമാനം നന്നാക്കാനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ബ്രിട്ടീഷ് എയർബസിൽ വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം എത്തിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. സമുദ്രതീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടിരുന്ന പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പരിശീലനത്തിനായി പറന്നുയർന്നു ഈ യുദ്ധവിമാനം. പക്ഷേ തിരിച്ചിറങ്ങാനായില്ല. കാലാവസ്ഥ പ്രതികൂലമാകുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഇതിന്റെ ഇന്ധനം കുറയുന്ന ഘട്ടം എത്തിയതോടെയാണ് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. പിന്നീട് നടന്ന പരിശോധനയിൽ ഈ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാർ കണ്ടെത്തുന്നു. ഈ പ്രശ്നമൊക്കെ ഒഴിവാക്കി നന്നാക്കി തിരികെ കൊണ്ടുപോകാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് F-35B യുദ്ധവിമാനത്തിന്റെ പ്രത്യേകത? നമുക്കൊന്ന് നോക്കാം. ലോകത്തെ ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള 5ാം തലമുറയിൽ ഉൾപ്പെട്ട വമ്പൻ യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനമായ F-35B. നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നിർമ്മിച്ച ലോകത്തെ ഏറ്റവും വിലയേറിയ യുദ്ധവിമാനമാണിത്. 950 കോടി രൂപയോളം വിലയുള്ള പോർ വിമാനമാണിത്. മറ്റ് പ്രത്യേകതകൾ 51 അടി നീളമുണ്ട്. അതിന്റെ ഉയരം എന്ന് പറയുന്നത് 14 അടിയാണ്. അതോടൊപ്പം തന്നെ AI സാങ്കേതിക വിദ്യയോടുകൂടി ഇവ പ്രവർത്തിപ്പിക്കാനാകും എന്നുള്ളതാണ്. മണിക്കൂറിൽ 1960 കിലോമീറ്ററോളം വേഗതയിൽ സഞ്ചരിക്കാനാകും. അതോടൊപ്പം തന്നെ 6800 കിലോഗ്രാമോളമുള്ള ആയുധങ്ങൾ വരെ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത് ബ്രിട്ടന്റെ റോയൽ നേവിയുടെ യുദ്ധവിമാനമാണ്. മറ്റ് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുള്ള ടേക്ക് ഓഫുകളും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററുകളെ പോലെ നിലത്തിറങ്ങാൻ കഴിയുന്ന വെർട്ടിക്കൽ ലാൻഡിങ്ങിനും സാധ്യമാകും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച്, അതായത് ശത്രുക്കളുടെ റഡാറിന്റെ കണ്ണു വെട്ടിച്ച് പറക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത. ഇതൊരു 2080 വരെ ഇവ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ F-35 വിമാനങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇത്രയും വലിയ പ്രത്യേകതകളുള്ള ഒരു യുദ്ധവിമാനമാണ് പരിഹാരം കാത്തിപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് കുറെ നാളുകളായി ഇങ്ങനെ കിടക്കുന്നത്. എന്തായാലും F-35B നന്നാക്കി തിരികെ കൊണ്ടുപോകാനുള്ള തീവ്ര ശ്രമം ഇവിടെ തുടരുകയാണ്.